പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിന് ഒരുങ്ങുന്ന നമുക്ക് വിശുദ്ധയായ ഫൗസ്റ്റീനെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന 3 ആവർത്തി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും എന്നോടൊപ്പം ഈ പ്രാർത്ഥന ഒരു സുഹൃതജപമാണ്. അത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കുമല്ലോ. പരിശുദ്ധ അമ്മേ, എന്നെ ഈശോയുമായി ഐക്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, എന്നെ ഈശോയുമായി ഐക്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, എന്നെ ഈശോയുമായി ഐക്യപ്പെടുത്തണമേ. സ്നേഹമുള്ളവരെ, ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ അവതരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്, ഒരു അമ്മയെയാണ്. അതേ ദൈവം തമ്പുരാൻ കാൽവരി കുരിശിൽ കിടന്ന് പ്രാണൻ വെടിഞ്ഞ് ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുവാൻ തയ്യാറായപ്പോൾ അവസാനമായി ഈ ലോകത്തിന് നൽകിയ സമ്മാനവും കുരിശിൽ കിടന്നുകൊണ്ട് ആ അമ്മയെ തന്നെയാണ്. അമ്മ മമകാരം ഇല്ലാത്തവൾ, സ്വന്തമെന്ന് കരുതാതെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുന്നവൾ, അവളാണ് അമ്മ. ഒരു വീട്ടിൽ ആദ്യം ഉണർന്ന് അവസാനം ഉറങ്ങുന്നതും അമ്മയാകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഓരോ മകനും മകളും അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചുമൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അമ്മമാർ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ അമ്മമാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ നിമിഷം കടന്നു വരട്ടെ. നമുക്കറിയാമല്ലോ, പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെ സ്നേഹിച്ച ഒരു വ്യക്തി ഇല്ല. നീ എന്താണ് അമ്മ നമ്മോട് പറയുന്നത് എന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് സത്യദീപത്തിൽ ഫാദർ ജോസ് കേളംപറമ്പിൽ എഴുതിയ ഒരു അനുഭവം, കഥയോ അനുഭവം എന്തോ, അത് വളരെ രസകരമാണ്. ഒരിക്കൽ ഒരു മകൻ മഴ നനഞ്ഞ് വീട്ടിലേക്ക് കയറി വരികയാണ്. ഈ മകൻ്റെ ചേട്ടൻ വീട്ടിലിരിപ്പുണ്ട്. ചേട്ടൻ ഉടനെ അവനെ ശകാരിച്ചിട്ട് പറയുക, നിനക്ക് ഒരു കുടയെടുത്തേച്ച് പോകാൻ മേലായിരുന്നോ? ഉടനെ ചേച്ചി ഓടി വന്നു. ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, മഴ മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മേലായിരുന്നോ? പണി കഴിഞ്ഞ് വരുന്ന അപ്പൻ ഇത് കേട്ടുകൊണ്ട് വരികയാണ്. അപ്പൻ ഉടനെ തന്നെ ഈ മകനോട് പറഞ്ഞു, നീയൊന്നും ഇപ്പം പഠിക്കത്തില്ല, ഈ മഴ നനഞ്ഞ് പനി വരുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ. ഇതെല്ലാം കേട്ട് ഒരു ചെറുപുഞ്ചിരിയോടെ ഒരു കപ്പ് ചായയുമായി അമ്മ അടുക്കളയിൽ നിന്ന് ഒരു കീറിയ തോർത്തുമായിട്ട് വരികയാണ്. ഈ തോർത്ത് കൊണ്ട് ഇവൻ്റെ തല തുവർത്തിക്കൊണ്ട് അമ്മ പറയുക, ഈ മഴയ്ക്ക് വരാൻ കണ്ട ഒരു സമയം, എൻ്റെ മകൻ വീടണഞ്ഞിട്ട് വന്നാൽ മേലായിരുന്നോ ഈ മഴ? മോനെ ഈ ചായയും കുടിക്കുക, അമ്മ തോർത്തി തരാം എന്ന് പറഞ്ഞ് അവൻ്റെ തല തോർത്തി കൊടുക്കുകയാണ്. ഇതാണ് അമ്മ, അപ്പൻ, സഹോദരങ്ങൾ എന്നിവർ തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഒരു അമ്മ ഹൃദയം എന്ന് പറയുന്നത്. അച്ഛൻ ഈ സംഭവം പറയേണ്ട കാരണം എന്താണ്? ഇങ്ങനെ ഒരു അമ്മ ഹൃദയമുള്ള വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മാതാവ്, എൻ്റെയും നിൻ്റെയും അമ്മ. സ്വർഗത്തിൽ പോകുമ്പോഴും നമുക്കൊരു അമ്മയുണ്ട്. ഇനി അമ്മയില്ലാത്തവർക്കും ഒരു അമ്മയുണ്ട് വിളിച്ചപേക്ഷിക്കാൻ. അവളാണ് പരിശുദ്ധ അമ്മ. പക്ഷെ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ അമ്മയുടെ തിരുനാളിന് ഒരുങ്ങുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജന്മദിനം അറിയാം? എനിക്കറിയില്ലായിരുന്നു. സെമിനാരിയിൽ ചേർന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു ശ്രമം തന്നെ നടത്തിയതും എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ജന്മദിനം എന്നാണെന്ന് കണ്ടുപിടിച്ചതും. അവർ ഒരേ മാസത്തിലാണ്. എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും ജന്മദിനം ഒരേ മാസത്തിലാണ്, നവംബർ 20ഉം 22ഉം. കണ്ടുപിടിച്ചതും അവരെ പിന്നീട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിച്ച് ഇവർക്ക് ഞാൻ എഴുതി അയച്ചു, സ്നേഹമുള്ള അപ്പച്ചനും അമ്മച്ചിക്കും ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞ്. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ശ്രമം നടത്തിക്കൂടെ? സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും ജന്മദിനം ഒന്ന് ഏത് ദിവസമാണെന്ന് അറിയുവാനും. നിങ്ങളുടെ ജന്മദിനം കണ്ടറിഞ്ഞ് അവർ പ്രാർത്ഥിക്കും. അവർ ചിലപ്പോൾ പായസം ഉണ്ടാക്കും, കേക്ക് വാങ്ങിച്ച് മുറിക്കും. എന്നാൽ അപ്പൻ്റെയും അമ്മയുടെയും ജന്മദിനം നമുക്ക് ആഘോഷിക്കണ്ടേ? ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ 8 നോമ്പ് തിരുനാൾ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന നമുക്ക് തമ്പുരാൻ പറഞ്ഞ് തരുന്നുണ്ട്. മാതാപിതാക്കന്മാരുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് പരിശ്രമിക്കാം.
കുഞ്ഞുനാളിൽ നമുക്ക് കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണെന്ന് പറയും. വലുതാകുമ്പോൾ കളിക്കുന്ന കളി എന്നതാ? എൻ്റെ അമ്മയല്ല, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോളൂ എന്നുള്ളത്. ഈ കുറച്ച് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് വിശുദ്ധർ ചിലർ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു വച്ചതിന് ശേഷം സുവിശേഷത്തിലെ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഭാഗവും അതുപോലെ തന്നെ കാൽവരിയിൽ അമ്മയുടെ സാന്നിധ്യവും, ഈ രണ്ടു ഭാഗത്തെയും കുറിച്ച് ഏതാനും ചില വിചിന്തനങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി പറയുന്നത് പ്രകാരമാണ് മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ച്. മറിയത്തിൻ്റെ ജനനത്തിന് മുൻപ് ലോകം മുഴുവനും അന്ധകാരത്തിലായിരുന്നു അത്രേ. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തോടുകൂടി ലോകത്തിൽ പ്രത്യാശയുടെ പുതിയ ഒരു അരുണോദയം ഉദിച്ചു, അരുണോദയം വന്നു എന്നാണ് പറയുന്നത്. ഒരു പുതിയ സൂര്യൻ്റെ ഉദയം തന്നെ പരിശുദ്ധ അമ്മയുടെ ജനനത്തോടുകൂടി സംഭവിച്ചു എന്നാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത്. ഈ വിശുദ്ധൻ പറയുകയാണ്, പരിശുദ്ധ അമ്മയെ അന്നായും ജോവാക്കീമും, വിശുദ്ധരായ അന്നായും ജോവാക്കീം പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കന്മാർ ദേവാലയത്തെ സമർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേട്ടുവത്രേ. എന്തായിരുന്നു ആ സ്വരം? ഇവൾ എൻ്റെ പ്രിയ പുത്രിയാണ്, ഇവളെ എൻ്റെ മകന് ജന്മം കൊടുക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അത്രേ. ഇന്ന് നന്നായിട്ട് ധ്യാനിച്ചിട്ടാണ് ആ വിശുദ്ധൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയ ഒരു കാവ്യമുണ്ട്, പരിശുദ്ധ അമ്മയെയും പഴയ നിയമത്തിലെ അമ്മയായ ഹവ്വയെയും താതാത്മ്യപ്പെടുത്തിക്കൊണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പ്രകാരമാണ്, ഹവ്വ കണ്ണീരിനെ ഗർഭം ധരിച്ചവളാണ്, എന്നാൽ പരിശുദ്ധ കന്യകാമറിയം സന്തോഷത്തെ ഗർഭം ധരിച്ചു. ഹവ്വ വിലപിച്ചവളാണ് എന്നുണ്ടെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം ആനന്ദിച്ചവളാണ്, ആത്മാവിൽ ആനന്ദിച്ചവളാണ്. ഹവ്വ ഒരു പാപിക്ക് ജന്മം കൊടുത്തുവെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം നിഷ്കളങ്കതയ്ക്ക് ജന്മം കൊടുത്തു. ഹവ്വ ഈ ലോകത്തിൽ ശിക്ഷ കൊണ്ടുവന്നുവെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്തിന് രക്ഷ സമ്മാനിച്ചു. ഹവ്വ പാപത്തിൻ്റെ ഉറവിടമായിരുന്നു എന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ കൃപയുടെ ഉറവിടമായിരുന്നു. ഹവ്വ മൂലം ഈ ലോകത്തിൽ മരണം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ മറിയം മൂലം ഈ ലോകത്തിൽ ജീവൻ ഉദിച്ചു, ജീവൻ ലഭിച്ചു. ഹവ്വ മുറിവേൽപ്പിച്ചവളാണെങ്കിൽ മറിയം സൗഖ്യം നൽകുന്നവളും സുഖപ്പെടുത്തിയവളുമാണ്. ഹവ്വ അനുസരണക്കേടിൻ്റെ പുത്രിയാണ് എന്നുണ്ടെങ്കിൽ മറിയം, പരിശുദ്ധ കന്യകാമറിയം പരിപൂർണ അനുസരണത്തിൻ്റെ പുത്രിയാണ് അത്രേ. എന്ത് മനോഹരമായ കാവ്യമാണ് വിശുദ്ധ അഗസ്റ്റിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന് ഒരുങ്ങുമ്പോൾ ധ്യാനിക്കേണ്ട യോഹന്നാൻ സുവിശേഷത്തിലുള്ള രണ്ട് ഭാഗങ്ങൾ, ഒന്ന് കാനായിലെ കല്യാണ വിരുന്ന്, രണ്ട് കുരിശിൻ ചുവട്ടിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിലാണ് കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൽ അതിൻ്റെ 25 മുതലുള്ള വചനങ്ങളിലാണ് നമുക്ക് ഈശോയുടെ കുരിശിൻ ചുവട്ടിലുള്ള മാതാവിൻ്റെ സാന്നിധ്യത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അറിയാവുന്ന സുവിശേഷ ഭാഗമായതുകൊണ്ട് നമ്മളത് വീണ്ടും വായിക്കുന്നില്ല, ശ്രവിച്ച് അതിലെ ഭാഗങ്ങൾ ലക്ഷം പറയുമ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുക. വചനം പറയുന്നത് പ്രകാരമാണ്, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1-ാം തിരുവചനം തുടങ്ങുന്നത് പ്രകാരമാണ്, കാനായിലൊരു കല്യാണം വിരുന്ന് നടന്നിരുന്നു, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും മാത്രമേ ഈ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നുള്ളൂ. പിന്നെ മറിയത്തിന് അവിടെ എന്ത് കാര്യം? നമുക്കറിയാം, യഹൂദ ഒരു പശ്ചാത്തലത്തിൽ, സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ ഏറ്റവും താഴെക്കിടയിൽ പെട്ടവരാണ്. 8 ശ്രേണി ഉണ്ടെന്ന് പറയണേ യഹൂദ സമൂഹത്തിന്. ഈ 8 ശ്രേണികളിൽ ഏറ്റവും താഴെക്കിടയിൽ കണക്കാക്കപ്പെട്ടിരുന്നത് സ്ത്രീകളെയാണ്. ആരും ക്ഷണിക്കാറില്ല. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം, നീ ക്ഷണിച്ചില്ലെങ്കിലും നിന്റെ ഭവനത്തിൽ വരേണ്ടവളാണ് പരിശുദ്ധ അമ്മ എന്ന്. ഇന്ന് ഒരുപക്ഷെ നീ പരിശുദ്ധ അമ്മയെ ഓർത്ത് കാണുകയില്ല, പക്ഷേ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ചാര അവളുണ്ട്. ആരും ക്ഷണിക്കാതെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇഷ്ടപ്പെടുന്നവളാണ് പരിശുദ്ധ അമ്മ. ഇനി സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മ എൻ്റെ ഭവനത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമെന്ന് അപേക്ഷിച്ചാലോ, എത്രയോ അനുഗ്രഹങ്ങളുമായിരിക്കും ആ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരിക. എലിസബത്ത് പരിശുദ്ധ അമ്മയെ ക്ഷണിച്ചില്ലല്ലോ, എന്നിട്ടും എലിസബത്തിനൊരു ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയാണ് സുവിശേഷത്തിൽ ആദ്യത്തെ ഓട്ടം തന്നെ നടത്തുന്നത്.
അവൾ ഓടുകയാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക്. ക്ഷണിക്കാതെ കടന്നു വരുന്നവളുടെ പേരാണ് പരിശുദ്ധ അമ്മ. എൻ്റെ ജീവിത സഹനങ്ങളിൽ, എൻ്റെ ജീവിത ദുഃഖങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വേവലാതികളിൽ ക്ഷണിക്കാതെ കടന്നു വരുന്നവളുടെ പേരാണ് പരിശുദ്ധ അമ്മ. അപ്പം നമ്മളൊന്ന് ആഗ്രഹിച്ചാലോ, അവൾ എത്രയോ സ്നേഹത്തോടുകൂടി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് എത്രയോ പേർ ആ ഭവനത്തിൽ വന്ന് സദ്യയിൽ പങ്കെടുത്തു പോയി. എന്നാൽ ഈ പരിശുദ്ധ അമ്മ മാത്രമല്ലേ തിരിച്ചറിഞ്ഞത് ആ കുടുംബത്തിൽ ഒരു കുറവ് ഉണ്ട് എന്ന്, ആ കുടുംബത്തിലെ അംഗങ്ങൾക്കൊരു വേദനയുണ്ട് എന്ന് കണ്ടെത്തിയവളാണ് പരിശുദ്ധ അമ്മ. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബന്ധുമിത്രാദികളുണ്ട്, നമ്മുടെ ഉറ്റവരും ഉടയവരുമൊക്കെ ഉണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ കുറവുകളും പരിശുദ്ധ അമ്മ തിരിച്ചറിയും. കനായിലെ കല്യാണം വരുന്ന ആൾക്ക് വീഞ്ഞില്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. ഇനി മറ്റാരെങ്കിലും തിരിച്ചറിഞ്ഞാലും അവർ അതിനകത്ത് ഇടപെടാനായിട്ട് ഒരുമ്പെടുന്നില്ല, തയ്യാറാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, അത് വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുള്ള കുറവുകളായിരിക്കാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള കുറവുകളായിരിക്കാം. അതെല്ലാം കണ്ടറിയുന്നവളാണ് പരിശുദ്ധ അമ്മ. കുറവുകൾ അറിയുവാൻ കൃപ ലഭിച്ചവൾ, അവളുടെ പേരാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് പ്രാർത്ഥിക്കാം നമുക്ക്. അമ്മേ, എൻ്റെ ജീവിതത്തിൽ എനിക്കുമുണ്ട് കുറവുകൾ, എൻ്റെ കുടുംബത്തിന് എന്നെ കുറവുകളുണ്ട്. അമ്മ അത് കണ്ടുപിടിച്ച് ആരോട് പറയണം? തമ്പുരാനോട് പറയണമേ. അതുകൊണ്ടല്ലേ നമ്മൾ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. തമ്പുരാനോട് പറയുന്നവളാണ് പരിശുദ്ധ അമ്മ. കുറവുകൾ കണ്ടെത്തുക മാത്രമല്ല, അത് പറയേണ്ടിടത്ത് പറയുവാൻ കൃപ ലഭിച്ചവൾ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം. അമ്മ, എൻ്റെ കുടുംബത്തിൽ വരണമേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതങ്ങളിൽ, എൻ്റെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ, എൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിളിയിൽ എനിക്ക് കുറവുകളുണ്ട്. അമ്മ ഇത് കണ്ടുപിടിച്ച് പുത്രനോട് പറയണമേ. അമ്മ പഠിപ്പിക്കുന്ന അടുത്ത പാഠം എന്ന് പറയുന്നത് കനായിലെ കല്യാണ വിരുന്നിൽ വേറെ ഒന്നും പറയുന്നില്ല, അവൻ പറയുന്നത് പോലെ ചെയ്യുക. സ്നേഹമുള്ളവരെ, മനുഷ്യൻ ദൈവം കൽപ്പിക്കുന്നത് പോലെ ജീവിക്കുവാൻ കടപ്പാടുള്ള വ്യക്തിയാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ അമ്മ നൽകുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ജീവിതത്തിൽ മാറ്റം വരണമെന്നൊരു നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ജീവിതത്തിന് ഒരു മേലഗതി വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവ് എന്താണോ കൽപ്പിക്കുന്നത് അതിൻ പ്രകാരം ചെയ്യുക. ദൈവം കൽപ്പിക്കുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ മാത്രം ചെയ്യുക. ദൈവവചനത്തിന് കാതോർത്ത് ജീവിക്കുക. അതുകൊണ്ടല്ലോ ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ആരൊക്കെ എൻ്റെ വചനം ശ്രവിക്കുന്നുവോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. മറിയം പഠിപ്പിച്ചത് തന്നെയാണ്. നീ ദൈവപുത്രൻ്റെ അമ്മയും സഹോദരനുമായി മാറുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത്. ഇനി കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്തപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദുരന്തങ്ങളുണ്ടാകുവാനും ദുഃഖങ്ങളുണ്ടാകുവാനൊക്കെ ഉള്ള ഒരു വലിയ കാരണമെന്ന് പറയുന്നത് നമ്മൾ ദൈവശബ്ദത്തിന് കാതോർക്കുന്നില്ല. ദൈവം പറയുന്നത് പോലെയല്ല ചെയ്യുന്നേ. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ ധിക്കരിക്കുന്നു. ദൈവപ്രമാണങ്ങൾക്ക് അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനാണ് താല്പര്യം. എന്നാൽ പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം പറയുന്നത് പോലെ വലിയ കാര്യങ്ങളൊന്നും ഈശോ കൽപ്പിച്ചില്ലല്ലോ. ഈശോ എന്നാ കൽപ്പിച്ചേ? കൽപ്പരണികളിൽ വെള്ളം നിറയ്ക്കുക. വലിയ കാര്യമൊന്നുമല്ല അത്. ആ വെള്ളം നിറച്ചു. പിന്നീട് ഈശോ എന്താ പറഞ്ഞേ? അത് കൊണ്ടുപോയി വിളമ്പുക. ഈ രണ്ട് കാര്യങ്ങളും അവർ ചെയ്യുവാനായിട്ട് തയ്യാറായപ്പോൾ മാത്രമാണ് അവിടെ അത്ഭുതം നടന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ തമ്പുരാൻ കൽപ്പിക്കുമ്പോൾ അവ പൂർണ്ണ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ചെയ്യുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പുതുവീഞ്ഞു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി മറിയൻ പഠിപ്പിക്കുന്ന ഈ കാനായിലെ കല്യാണ വിരുന്നിൽ പഠിപ്പിക്കുന്ന ഒരു അവസാനത്തെ ഭാഗം ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ മറന്നു പോകുന്നൊരു ഭാഗമാണ്. ഈ പുതുവീഞ്ഞ് കുടിച്ച് അവരെല്ലാവരും ആഹ്ലാദിക്കുന്നുണ്ട്. ഈ വീഞ്ഞ് എവിടെ നിന്ന്? മേൽത്തരം വീഞ്ഞ് എവിടെ നിന്ന്? ഇത് എവിടെ നിന്നാണ് വന്നത്? പക്ഷേ അപ്പോഴൊന്നും നമ്മൾ മറിയത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? മറിയം അരങ്ങിൽ നിന്ന് അണിയറയിലേക്ക് മാറിയ ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അംഗീകാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നവരാണല്ലോ.
ആ അത്ഭുതം നടന്നിട്ട് ഇത് ഞാൻ പറഞ്ഞു മുഖേനയാണ് ചെയ്തതെന്നും പരിശുദ്ധ അമ്മയോട് പറയുന്നില്ല. ഞാനാണ് എൻ്റെ മകനോട് പറഞ്ഞ് വെള്ളം വീഞ്ഞാക്കാനായിട്ട്, ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്, ഇതിൻ്റെ മഹിമ എനിക്കാണ്. അവകാശവാദങ്ങൾ ഒന്നും തന്നെയില്ല. മറിയം പിന്നാമ്പുറങ്ങളിലേക്ക് നീങ്ങിയവൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട അംഗീകാരം ജീവിത പങ്കാളിയിൽ നിന്നോ, മക്കളിൽ നിന്നോ, മാതാപിതാക്കളിൽ നിന്നോ, സമൂഹത്തിൽ നിന്നോ ലഭിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നന്മ ചെയ്യുക, പിന്നാമ്പുറത്തേക്ക് മാറുക. നിന്നെ വാഴ്ത്തുന്നത് കർത്താവായിരിക്കും. ഞാൻ വിശ്വസിക്കുകയാണ് മറിയം പിന്നാമ്പുറത്തേക്ക് മാറി. തീർച്ചയായിട്ടും അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും ചോദിച്ച് കണ്ടെത്തിയിരിക്കും ഈ വീഞ്ഞിൻ്റെ, മേൽത്തരം വീഞ്ഞിൻ്റെ ഉറവിടം എങ്ങനെയായിരുന്നു എന്നുള്ളത്. സ്വയം പിന്മാറുവാനായിട്ട് നീ എന്ന് തീരുമാനിക്കുന്നുവോ, നിന്നെക്കുറിച്ചുള്ള മഹിമ മറ്റുള്ളവർ അന്വേഷിച്ച് കണ്ടെത്തും. ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന വ്യക്തിത്വമാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരു പുതിയ യുഗം കത്തോലിക്ക സഭയിൽ പിറന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വരുവാനായിട്ട് വഴിമാറിക്കൊടുത്തൊരു വ്യക്തി, തുരങ്കത്തിൽ ജീവിക്കുന്ന ചിതിലനെ പോലെ ഇന്ന് ഒരു ധ്യാന ജീവിതം നയിക്കുന്ന, ഒരു മുനിവര്യനായിട്ട് ജീവിക്കുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പ. അതൊരു മഹത്യാഗം. വഴിമാറിക്കൊടുക്കുവാനായിട്ട്, അണിയറയിലേക്ക് പോകുവാനായിട്ടൊരു സന്നദ്ധത. ശരിക്കും ആ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്കും ഈ പരിശുദ്ധ അമ്മയുടെ ആ ഒരു മുഖം തന്നെയല്ലേ. ഫ്രാൻസിസ് പിതാവിന് ഇത്രയേറെ ശോഭ ലഭിക്കുമ്പോഴും ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരിക്കൽ പോലും അഭ്രപാളികളിൽ വന്ന് അവകാശപ്പെട്ടിട്ടില്ലല്ലോ, ഞാൻ വഴിമാറി കൊടുത്തതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇത്രമാത്രം ശോഭ എന്ന്. അല്ല, വഴിമാറി കൊടുക്കുന്നവനെ വാഴ്ത്തുന്നവനാണ് തമ്പുരാൻ. പരിശുദ്ധ അമ്മ ഈ കാനായിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ അത്ഭുതം. സത്യത്തിൽ ഈ മേൽത്തരം വീഞ്ഞ് എന്ന് പറയുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ ലഭിച്ച വിളമ്പിയ മേൽത്തരം വീഞ്ഞ് പരിശുദ്ധ അമ്മ തന്നെയാണ്. അവർ അവസാനം കണ്ടെത്തുന്ന വ്യക്തി ഈ പരിശുദ്ധ അമ്മയെ തന്നെയാണ്. ആരാണ് ഇതിൻ്റെ ഉറവിടം? അതാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ കാനായിൽ നിന്ന് കാൽവരിയിലേക്ക് പോവുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്നു, കുരിശിനോട് ചേർന്ന് നിന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പരിശുദ്ധ അമ്മ കുരിശിനോട് ചേർന്ന് നിന്നു എന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ എന്നെ വിട്ടുപോകുന്നവളല്ല പരിശുദ്ധ അമ്മ. എൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷങ്ങളിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളിലും എൻ്റെ കൂടെ നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. നിങ്ങൾക്ക് ദുഃഖമുണ്ടോ, ദുരിതമുണ്ടോ? പരിശുദ്ധ അമ്മയോടൊന്ന് ചേർന്ന് നിന്ന് നോക്കിക്കേ. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് ഞങ്ങളോട് ചേർന്ന് നിൽക്കണമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളുടെ ഏടുകളിലും എഴുതി ചേർക്കേണ്ട നാമമാണ് പരിശുദ്ധ അമ്മ. കുരിശിൻ ചൂട്ടിൽ അവൾ നിന്നു എന്ന് പറയുമ്പോൾ തൻ്റെ പുത്രൻ്റെ മരണം കണ്ണുകൊണ്ട് കണ്ട് ആ പുത്രൻ്റെ ചുടുനീണം വീണ് കുതിർന്ന ആ മണ്ണിൽ നിന്നവളാണ്, നിവർന്നു നിന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മൾ പറയാറില്ലേ, ഈശോയെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന്. ഈ തിരുരക്തം ഈശോയ്ക്ക് കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ എന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്. ഈ തിരുരക്തം കൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മ ആ തിരുരക്തം കൊണ്ട് സ്നാനം ചെയ്യപ്പെട്ടവളാണ്. കുരിശിൻ ചുവട്ടിൽ അവൾ കുരിശിനോട് ചേർന്ന് നിന്നപ്പോൾ ഈശോയുടെ കുരിശിൽ നിന്നും ഇറ്റിറ്റു വീണ, മുഖത്തു നിന്നും ഇറ്റിറ്റു വീണ ആ രക്തം ധാരധാരയായി നിബന്ധിച്ചത് ആദ്യമായി തിരുരക്തം കൊണ്ട് സ്നാനം ചെയ്യപ്പെട്ടത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരാണ്? അപ്പോൾ ഈശോയ്ക്ക് തിരുരക്തം കൊടുത്ത പരിശുദ്ധ അമ്മ അതേ രക്തം കൊണ്ട് സ്നാനം ചെയ്യപ്പെടുന്ന അനുഭവം കാൽവരിയിൽ. എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ ആ തിരുരക്തത്തിൻ്റെ സ്നാനം പരിശുദ്ധ അമ്മ നിനക്കും നൽകും. കാൽവരി പഠിപ്പിക്കുന്ന പാഠമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്കും തിരുരക്തത്തിൻ്റെ സ്നാനം ലഭിക്കും. ഒരു പുതിയ മനുഷ്യനായി മാറുവാൻ, ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ, ഒരു പുതിയ ഈശോയുടെ ഒരു വക്താവായിട്ട് മാറുവാനായിട്ട് നിനക്ക് സാധിക്കും. ഇനി കുരിശിൻ ചുവട്ടിൽ മറിയം നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജെറൂസലേമിൽ കുരിശുമരണം നടക്കുന്ന ആ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ സന്തത സഹചാരിയായി ഈശോയോടൊപ്പം സഞ്ചരിച്ചിരുന്നു. സഹനത്തിൽ ഈശോയോടൊപ്പം സഞ്ചരിച്ചിരുന്നു. അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന ആ ശബ്ദം, ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ടവളാണ് പരിശുദ്ധ അമ്മ. ബറാബാസിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് മനംനൊന്തവളാണ് പരിശുദ്ധ അമ്മ. ഇതാ ഈ മനുഷ്യൻ നിങ്ങൾ കൊണ്ടുപോയി കുരിശിലേറ്റു എന്ന് പറഞ്ഞ വിധിവാചകം ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ അമ്മ. ഇത്രമാത്രം വേദനയുണ്ടായിട്ട് പോലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവളാണ്
പരിശുദ്ധ അമ്മ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മ നിന്നത് ഒരു സാധാരണ സ്ത്രീയെ പോലെ അല്ല, യേശുവിൻ്റെ അമ്മയായിട്ടാണ്. സ്നേഹമുള്ളവരെ, വലിയൊരു രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ ആ അമ്മ എന്ന് പറയുന്ന ഈ സ്വർഗവതിയായ സ്ത്രീ നിൽക്കുന്നത് എൻ്റെ അമ്മയെപ്പോലെയോ എൻ്റെ സഹോദരിയെ പോലെയോ അല്ല. ഇവൾ സ്വർഗത്തിൻ്റെ അമ്മയായി, ദൈവപുത്രൻ്റെ അമ്മയായിട്ടാണ് എൻ്റെ സഹനത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മ നിന്നത് ഈശോയുടെ അമ്മയായിട്ടാണ്, മറ്റ് ഒരു സ്ത്രീ ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ നിൽപ്പിന് ഒരർത്ഥമുണ്ട്. ഈശോയ്ക്ക്, മകനെ ഞാൻ ഇവിടെയുണ്ട്, നീ കുരിശിൽ മരിക്കുമ്പോൾ നിനക്ക് ഊർജം പകരുവാനായിട്ട് അമ്മതയെ താഴെ നിൽക്കുന്നു എന്ന് വളരെ മൗനമായി, ഈ മൗനത്തിൽ വാചാലത കലർത്തി പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. സ്വന്തം മകൻ്റെ മരണത്തിന് സാക്ഷിയായവളാണ് പരിശുദ്ധ അമ്മ. സ്നേഹമുള്ളവരെ, അച്ഛൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മാതാപിതാക്കന്മാർ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളുടെ മരണം കണ്ടു, അതിൻ്റെ ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല, മക്കൾ മരിച്ചുപോയി എൻ്റെ ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിച്ച അതേ ദുഃഖം അനുഭവിച്ചതാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചാൽ, അമ്മ സ്വന്തം മകൻ്റെ മരണം അതിന് സാക്ഷിയായവളല്ലേ, കുരിശിൻ ചുവട്ടിൽ നിന്നവളല്ലേ, അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ആ അമ്മയോട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ആ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഒരു ആശ്വാസം നിങ്ങളിൽ വന്നു ചേരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മ അങ്ങനെ സഹനത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പറയുകയാണ്, ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ്റെ ചിത്രമാണത്ര ഞാൻ കാണുന്നത്. കുരിശാകുന്ന അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ്റെ ചിത്രമാണ് പരിശുദ്ധ അമ്മ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പറയുകയാണ്. ഇനി പരിശുദ്ധ അമ്മ, നമുക്കറിയാം, യഹൂദ സ്ത്രീകൾക്കും യഹൂദ പുരുഷന്മാർക്കും എല്ലാവർക്കും ഗ്രന്ഥം അറിയാം, വചനം കൃത്യമായിട്ട് അറിയാവുന്നതാണ്, നിയമം എന്താണ് പറയുന്നതെന്ന്. പഴയ നിയമത്തിൽ നമുക്കറിയാം, അബ്രാഹത്തിനോട് മല കയറുവാനായിട്ട്, തൻ്റെ മകനായ ഇസ്ഹാക്കുമായി മല കയറുവാനായിട്ട് ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ ഈ ആവശ്യം പരിശുദ്ധ അമ്മയോടാണ് പറയുന്നത്. പഴയ നിയമത്തിൽ അബ്രാഹാം ഇസ്ഹാക്കുമായി മല കയറിയപ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ മകനുമായി കാൽവരി കയറുന്നു. പഴയ നിയമത്തിൽ അബ്രാഹാം കയറിയ അതേ മല തന്നെയാണ്, ആ മോറിയ തന്നെയാണ് പുതിയ നിയമത്തിലെ കാൽവരി എന്നാണ് സുവിശേഷ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അബ്രാഹാം മകനെ ബലിയർപ്പിക്കുവാനായി, അവനെ കഴുത്തറുക്കുവാനായി ആ കോടാലി ഉയർത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്നും സ്വരം വരുന്നു, അബ്രാഹാമേ നീ അത് ചെയ്യരുത് എന്നുള്ളൊരു സ്വരം വരുന്നു. നിന്റെ വിശ്വാസം നിനക്കൊരു പുതിയ ജീവൻ നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്, നിന്റെ വിശ്വാസം ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. എന്നാൽ ഇവിടെ പരിശുദ്ധ അമ്മയും ഒരു സ്വരത്തിനു വേണ്ടി അങ്ങനെ കാതോത്തിരുന്ന് കാണുമോ? ഒരുപക്ഷെ മരിക്കുന്നതിന് മുൻപ് സ്വർഗം തുറന്ന് തൻ്റെ മകനെ രക്ഷിക്കുമെന്ന് പരിശുദ്ധ അമ്മ കരുതിയിരുന്നുവോ? അറിയില്ല. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, അബ്രാഹാം മകനുമായി മോറിയ ഇറങ്ങിയപ്പോൾ പരിശുദ്ധ കന്യകാമറിയം മകനെ ദൈവത്തിന് സമ്മാനിച്ച് മോറിയ ഇറങ്ങി, കാൽവരി ഇറങ്ങി. അത് വലിയ ത്യാഗമല്ലേ? അബ്രാഹത്തോട് ദൈവം പറയുന്നു, നീ നിന്റെ ഏകജാതനെ എനിക്ക് തരാൻ മടിക്കാത്തതിനാൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ജനതകളുടെ പിതാവാകുമെന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ ഒരുപക്ഷെ ദൈവം തമ്പുരാൻ മറിയത്തിനോട് ഇപ്രകാരമായിരിക്കും പറയുക, നീ നിന്റെ ഏകജാതനെ എനിക്ക് ബലിയർപ്പിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിനാൽ നീ ജനതകൾക്ക് മാതാവായിരിക്കും. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ലൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ 61-ാം ഖണ്ഡിക പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ്, കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മ നമുക്ക് കൃപയുടെ ക്രമത്തിൽ അമ്മയായി. കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മ നമുക്ക് കൃപയുടെ ക്രമത്തിൽ അമ്മയായി. അപ്പോൾ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മ നിന്നത് ദൈവപുത്രൻ്റെ അമ്മയായി. ഈ ലോകത്തിന് ദൈവത്തിന് കൊടുക്കാവുന്ന, ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സാക്രിഫൈസ്, ഒരു ത്യാഗമാണ് പരിശുദ്ധ അമ്മ ഈശോയെ ദൈവപിതാവിന് ബലിയർപ്പിച്ചതിലൂടെ തരുന്നത്. കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവളും പരിശുദ്ധ അമ്മയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. ഒരു സംഭവം കൂടെ പറഞ്ഞ് മുഴുമിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മ ഉത്സവത്തിന് പോവുകയല്ലേ,
അമ്മ എൻ്റെ കരം പിടിക്കുക. അമ്മ കുട്ടിയോട് പറഞ്ഞു, ഇല്ല കുട്ടി, നീ എൻ്റെ കരം പിടിച്ചാൽ മതി. എന്നാൽ കുട്ടി ആവർത്തിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കരം പിടിക്കുക. എന്തെന്നാൽ അമ്മ എൻ്റെ കരം പിടിച്ചു കഴിഞ്ഞാൽ അമ്മ ഏതൊരു ആഘോഷത്തിൽ മുറിപ്പിലായാലും ഉത്സവത്തിൽ മുറിപ്പിലായാലും സന്തോഷത്തിലായാലും എൻ്റെ കരം വിടില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ അമ്മയുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ മറ്റു കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അമ്മയുടെ കരം വിട്ടുപോകും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം, അമ്മേ മാതാവേ, എൻ്റെ കരം പിടിക്കണമേ, എൻ്റെ മക്കളുടെ കരം പിടിക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ കരങ്ങൾ പിടിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എന്നെ ഈശോയുമായി ഐക്യപ്പെടുത്തണമേ. എൻ്റെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കണമേ. ആമേൻ.